നമസ്കാരം. മര്യാദയുടെ ഭാഷ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇംഗ്ലീഷാണ്. എന്തു പറയുമ്പോഴും വളരെ മര്യാദയോടുകൂടി മാന്യതയോടുകൂടിയാണ് സായിപ്പന്മാര് ഇംഗ്ലീഷ് സംസാരിക്കുക. അതുകൊണ്ട് മര്യാദയുടെ ഭാഷയാണ്, മാന്യതയുടെ ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഓപ്പൺ ദ ഡോർ എന്ന് പറയുന്നതിന് പകരം പ്ലീസ് ഓപ്പൺ ദ ഡോർ, ദയവായി വാതിൽ തുറക്കൂ എന്ന് പറയുമ്പോഴാണ് ആ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഒരു ഭംഗിയുണ്ടാവുക. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള മര്യാദയുടെ, മാന്യതയുടെ ഒരൊറ്റ വാക്കാണ് എക്സ്ക്യൂസ് മീ. ഇതറിഞ്ഞാൽ തന്നെ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് പോലും പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കുവാനായിട്ട് കഴിയും. നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത് എക്സ്ക്യൂസ് മീ എന്ന ഒറ്റ ഇംഗ്ലീഷ് വാക്ക് എവിടെയൊക്കെ എപ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒട്ടും ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ കൂടി പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്ന വിനയപരമായ പൊളൈറ്റ് എക്സ്പ്രഷൻസ് എന്ന് പറയാവുന്നതാണ് നമ്മുടെ എക്സ്ക്യൂസ് മീ എന്ന വാക്ക്. സന്ദർഭം അനുസരിച്ച് ഈ ഒരൊറ്റ വാക്കിന് ക്ഷമിക്കണം, ഒന്ന് ശ്രദ്ധിക്കാമോ, വഴി തരാമോ, ഒന്ന് ചോദിക്കട്ടെ, ക്ഷമിക്കൂ തുടങ്ങിയ ധാരാളം അർത്ഥത്തിൽ നമുക്ക് എക്സ്ക്യൂസ് മീ എന്നത് ഉപയോഗിക്കാം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരാൾ ട്രെയിനിൽ കയറുമ്പോഴത്തേക്കും നമ്മുടെ അടുക്കലോട്ട് വന്നിട്ട് എക്സ്ക്യൂസ് മീ എന്ന് ചോദിച്ചാൽ വഴി തരാമോ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ എക്സ്ക്യൂസ് മീ എന്നത് പല സന്ദർഭങ്ങളിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. എക്സ്ക്യൂസ് മീ എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന 7 സന്ദർഭങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. എക്സ്ക്യൂസ് മീ എന്ന ഒറ്റ വാക്കറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ വാക്ക് 7 സന്ദർഭങ്ങളിൽ, നിങ്ങൾക്ക് യോജിച്ച 7 സന്ദർഭങ്ങളിൽ ഉപയോഗിച്ച് ഇംഗ്ലീഷിലൂടെ പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കും. ആദ്യത്തേത്, ആരുടെയെങ്കിലും ശ്രദ്ധ നേടണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എക്സ്ക്യൂസ് മീ സർ, ക്ഷമിക്കണം. ആരെങ്കിലും 2 പേര് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ അവരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? എക്സ്ക്യൂസ് മീ സാർ എന്ന് ചോദിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്ന് സഹായം ചെയ്യാമോ എന്ന് ചോദിക്കുന്നിടത്ത് 2 പേര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു സഹായം വേണമെങ്കിൽ എക്സ്ക്യൂസ് മീ, ക്യാൻ യു ഹെൽപ്പ് മീ, ക്ഷമിക്കണം, നിങ്ങൾക്കെന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കാനായിട്ട് പറ്റും. അതുകൂടാതെ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള വഴി അറിയത്തില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനുള്ള വഴി അറിയില്ല. അപ്പോഴും നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാം? അവരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എക്സ്ക്യൂസ് മീ, വെർ ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ, ക്ഷമിക്കണം, റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? ഇത്തരത്തിൽ ഒരാളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ വേണ്ടി, ഒരാളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയുന്നതാണ് എക്സ്ക്യൂസ് മീ എന്ന് പറയുന്ന വാക്ക്. എക്സ്ക്യൂസ് മീ, ക്ഷമിക്കണം. 2 പേര് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോൾ അവരുടെ ശ്രദ്ധയെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്ത് ഉപയോഗിച്ചാൽ മതി? എക്സ്ക്യൂസ് മീ എന്ന് ഉപയോഗിച്ചാൽ മതി. ഇനി രണ്ടാമത് ഉപയോഗിക്കാവുന്നതാണ്, നിങ്ങൾ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നു. അങ്ങനെ അത്തരം ഒരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ അപരിചിതനോട് വഴി ചോദിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എവിടെയാണോ പോകേണ്ടത്, ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റലിലേക്കുള്ള വഴി ചോദിക്കാം. അപ്പോൾ അപരിചിതനോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ മനോഹരമായി ഉപയോഗിക്കാൻ കഴിയുന്ന വാക്കാണ് എക്സ്ക്യൂസ് മീ, ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദ ബസ് സ്റ്റാൻഡ്, എങ്ങനെയാണ് ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. എക്സ്ക്യൂസ് മീ, ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദ ബസ് സ്റ്റാൻഡ്, ക്ഷമിക്കണം, ബസ് സ്റ്റാൻഡിലേക്ക് എങ്ങനെ പോകാം? നമുക്ക് അത്തരത്തിൽ ചോദിക്കാം. വഴി ചോദിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എക്സ്ക്യൂസ് മീ. അതുപോലെ തന്നെ എക്സ്ക്യൂസ് മീ, ഈസ് ദിസ് ദ വേ ടു ദ ഹോസ്പിറ്റൽ, ക്ഷമിക്കണം, ഇത് ആശുപത്രിയിലേക്കുള്ള വഴിയാണോ? ഇത്തരത്തിൽ വഴി ചോദിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എക്സ്ക്യൂസ് മീ. അപരിചിതനോട് ചോദിക്കാൻ വേണ്ടി, പരിചയമില്ലാത്ത ഒരാളുമായിട്ട് സംസാരിച്ചു തുടങ്ങുമ്പോൾ എക്സ്ക്യൂസ് മീ എന്ന് ചോദിക്കാം. ഇനി മൂന്നാമത്തെ സന്ദർഭമാണ്, നിങ്ങൾ ബസ്സിലോ
ട്രെയിനിലോ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കടന്നു പോകാനായിട്ട് വഴിയില്ല. ബസ്സിൽ കൂടി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഡോറിനടുത്തേക്ക് പോകുന്നതിന് വേണ്ടി വഴി ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആകെ ഉപയോഗിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, എക്സ്ക്യൂസ് മീ. അപ്പോഴേ എന്ത് ചെയ്തു? മനസ്സിലായി, കൂടി നിൽക്കുന്നവർക്ക് മനസ്സിലാകും കടന്നു പോകാൻ വേണ്ടിയാണ് ചോദിച്ചത് എന്ന്. അത്തരത്തിൽ വഴി ചോദിച്ച് കടന്നു പോകാൻ വേണ്ടി ഉപയോഗിക്കാനുള്ള നല്ല ഒരു വാക്കാണ് എക്സ്ക്യൂസ് മീ. വളരെ വിനയത്തോടു കൂടി ചോദിക്കുന്നതാണ് എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ മനോഹരമായിട്ട് എക്സ്ക്യൂസ് മീ, മേ ഐ പാസ്? ക്ഷമിക്കണം, ഞാൻ കടന്നു പൊക്കോട്ടെ എന്ന് ചോദിക്കാനായിട്ട് പറ്റും. ഇനി അങ്ങനെയല്ലെങ്കിൽ വെറുതെ എക്സ്ക്യൂസ് മീ എന്ന് മാത്രം ചോദിച്ചാലും മതി. അതുപോലെ തന്നെ എക്സ്ക്യൂസ് മീ, കുഡ് യു മൂവ് എ ലിറ്റിൽ? ക്ഷമിക്കണം, അല്പം മാറി നിൽക്കാമോ എന്നൊക്കെ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ വഴി കിട്ടാൻ വേണ്ടി, വഴി ചോദിക്കാൻ വേണ്ടി, അതുപോലെ നമുക്ക് കടന്നു പോകാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എക്സ്ക്യൂസ് മീ. ഇനി മറ്റൊരു സന്ദർഭമാണ് ചെറിയ തെറ്റുകൾ വരുമ്പോൾ. നിങ്ങൾ ബസ്സിൽ വെച്ചോ, ട്രെയിനിൽ വെച്ചോ, ഇനി മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ചോ ആരെയെങ്കിലും ഒന്നറിയാതെ തട്ടിപ്പോയി, അല്ലെങ്കിൽ ഒന്ന് ഇടിച്ചുപോയി, അല്ലെങ്കിൽ അറിയാതെ കാലിൽ കയറി ഒന്ന് ചവിട്ടിപ്പോയി. അത്തരം സന്ദർഭങ്ങളിൽ വളരെ വിനയത്തോടു കൂടി എക്സ്ക്യൂസ് മീ എന്നുപയോഗിച്ചാൽ മതി. ക്ഷമിക്കണം, ക്ഷമിച്ചാലും എന്ന് പറയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? എക്സ്ക്യൂസ് മീ എന്ന് ഉപയോഗിക്കാം. ഇത് വളരെ വിനയത്തോടു കൂടി പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അപ്പോൾ ചെറിയ തെറ്റുകൾ വരികയാണെങ്കിൽ അത്തരം തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുന്നതിന് വേണ്ടി എക്സ്ക്യൂസ് മീ എന്ന് ഉപയോഗിക്കാം. എക്സ്ക്യൂസ് മീ, ഐ ഡിഡ്ന്റ് സീ യു. ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ കണ്ടില്ല. എക്സ്ക്യൂസ് മീ, ഐ സ്റ്റെപ്ഡ് ഓൺ യുവർ ഫുട്ട്. ക്ഷമിക്കണം, നിങ്ങളുടെ കാലിൽ ഞാൻ ചവിട്ടിപ്പോയി, അറിയാതെ ചവിട്ടിപ്പോയി. ഇത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അവ അറിയാതെ ചെറിയ തെറ്റുകൾ വരികയാണെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് തട്ടുമ്പോഴാകാം, ചെറുതായിട്ടൊന്ന് മുട്ടുമ്പോഴാകാം, അത്തരത്തിൽ അറിയാതെ കാലിലൊന്ന് ചവിട്ടുമ്പോഴാകാം. അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു സുന്ദരമായ വാക്കാണ്, വിനയത്തോടു കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് എക്സ്ക്യൂസ് മീ. അടുത്തത്, ഒരു മീറ്റിംഗ് നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാൽ മതി? എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ മാത്രം മതി. അതിൻ്റെ അർത്ഥം എന്തായി? ആ സമയത്ത് അത് ഉപയോഗിക്കുമ്പോൾ ക്ഷമിക്കണം, എന്താണ് പറഞ്ഞത് എന്നാണ് ചോദിച്ചത്. അതായത് രണ്ടുപേരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്, മീറ്റിങ്ങിൽ ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? എണീറ്റ് നിന്നിട്ട് എക്സ്ക്യൂസ് മീ എന്ന് ചോദിച്ചാൽ മാത്രം മതി. അതിൻ്റെ അർത്ഥം എന്തായി? എന്താണ് പറഞ്ഞത് എന്നാണ് ചോദിച്ചത്. ക്ഷമിക്കണം, എന്താണ് പറഞ്ഞത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ രണ്ടുപേര് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് ഒന്നുകൂടെ പറയണം എന്ന് പറയാൻ വേണ്ടി, ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിക്കാൻ വേണ്ടി എന്തുപയോഗിച്ചാൽ മതി? എക്സ്ക്യൂസ് മീ എന്ന് ഉപയോഗിച്ചാൽ മതി. നിങ്ങളോട് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അയാളോട് ആ കാര്യം ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടി ആകെ ഒറ്റ വാക്ക് ഉപയോഗിച്ചാൽ മതി, എക്സ്ക്യൂസ് മീ. കുറച്ചുകൂടെ മനോഹരമായിട്ട് വേണമെങ്കിൽ എന്തുപയോഗിക്കാം? എക്സ്ക്യൂസ് മീ, കുഡ് യു റിപ്പീറ്റ് ദാറ്റ്? ക്ഷമിക്കണം, അത് വീണ്ടും പറയാമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അടുത്ത സന്ദർഭം എന്ന് പറയുന്ന ഏതാണ്? ഒരാളോട് വീണ്ടും ഒന്നുകൂടി പറയാമോ എന്ന് ചോദിക്കാൻ വേണ്ടി എക്സ്ക്യൂസ് മീ എന്ന് ഉപയോഗിക്കാം. ഇനി മറ്റൊരു സന്ദർഭമാണ്, നമുക്ക് പലപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തുമ്മുകയോ ചുമയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇങ്ങനെ ചുമച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? എക്സ്ക്യൂസ് മീ എന്ന് പറയണം. അത് മര്യാദയുടെ ഭാഷയായതുകൊണ്ട്, വിനയത്തോടുകൂടി ഇടയ്ക്ക് ഒരു തടസ്സം നേരിട്ടതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ എന്ത് ചെയ്യണം? അത്തരത്തിൽ നമ്മൾ എക്സ്ക്യൂസ് മീ എന്ന് പറയണം. ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇടയ്ക്ക് എക്സ്ക്യൂസ് മീ, കണ്ടോ? അത്തരത്തിൽ നമ്മൾ ചുമച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഏതെങ്കിലും തുമ്മിയതിന് ശേഷം എക്സ്ക്യൂസ് മീ എന്ന് പറയാം. തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ എക്സ്ക്യൂസ് മീ എന്ന് ഉപയോഗിച്ചത്. അടുത്ത സന്ദർഭമാണ്, രണ്ടുപേര് തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൽക്കാലം ആ സംഭാഷണം ഒന്ന് നിർത്തുന്നതിന് വേണ്ടി എക്സ്ക്യൂസ് മീ എന്ന് ഉപയോഗിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നിങ്ങൾക്കൊരു കോള് വരുന്നത്, നിങ്ങളുടെ മൊബൈൽ ഫോൺ ബെല്ലടിക്കുന്നു. നിങ്ങൾക്ക് ആ മൊബൈൽ ഫോൺ എടുക്കുന്നതിന് വേണ്ടി എക്സ്ക്യൂസ് മീ എന്ന് പറയാം. എക്സ്ക്യൂസ് മീ എന്ന് പറയാം.
ക്ഷമിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഈ ഫോണൊന്ന് കോള് എടുക്കാൻ പോവുകയാണ്. എക്സ്ക്യൂസ് മീ, ഐ നീഡ് ടു ടേക്ക് ദിസ് കോൾ. ഐ നീഡ് ടു ടേക്ക് ദിസ് കോൾ. ക്ഷമിക്കണം, ഈ ഫോൺ കോൾ എടുക്കണം, എനിക്ക് ഒന്നെടുക്കണം. അത്തരത്തിൽ ഉള്ള സന്ദർഭങ്ങളിലും നമുക്ക് തൽക്കാലം ഒന്ന് നിർത്തുന്നതിന് വേണ്ടി, സംഭാഷണം ഒന്ന് ടെമ്പററി ആയിട്ട് നിർത്തുന്നതിന് വേണ്ടിയും എക്സ്ക്യൂസ് മീ എന്ന് ഉപയോഗിക്കാം. എക്സ്ക്യൂസ് മീ ഫോർ എ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മനോഹരമാകും. എക്സ്ക്യൂസ് മീ ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷത്തേക്കൊന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ഫോൺ എടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വെറുതെ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാലും എന്തായി, ഒരു തൽക്കാലത്തേക്ക് ഒന്ന് നമ്മൾ നിർത്തി ഫോൺ എടുക്കാൻ വേണ്ടി പോകുന്നു എന്നാണ്. തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തുന്നതിന് വേണ്ടി, നമുക്ക് സംഭാഷണം ഒന്ന് നിർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഇതാണ് എക്സ്ക്യൂസ് മീ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എവിടെയെല്ലാം എക്സ്ക്യൂസ് മീ എന്നത് ഉപയോഗിക്കാം? ക്ഷമിക്കണം എന്ന് പറയാൻ ഉപയോഗിക്കാം, ഒന്ന് ചോദിക്കട്ടെ അല്ലെങ്കിൽ വഴി ചോദിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം, ഒന്ന് വഴി തരാമോ എന്ന് ചോദിക്കാൻ വേണ്ടി എക്സ്ക്യൂസ് മീ ഉപയോഗിക്കാം, എന്താണ് പറഞ്ഞത് ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിക്കാൻ വേണ്ടിയും എക്സ്ക്യൂസ് മീ ഉപയോഗിക്കാം, ഒരു നിമിഷത്തേക്കൊന്ന് ക്ഷമിക്കണം എന്ന് പറയാൻ വേണ്ടിയും എക്സ്ക്യൂസ് മീ എന്നത് ഉപയോഗിക്കാം. അത്തരത്തിൽ എക്സ്ക്യൂസ് മീ എന്നത് പറയുന്നത് വളരെ വിനയത്തോടുകൂടി പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കാൻ കഴിയുന്ന, ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ലാത്തവർക്ക് പോലും പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ എന്നുള്ള വാക്ക് ജീവിതത്തിലുടനീളം പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഈ വാക്കിനെ മാറ്റുക. ഏറ്റവും വിനയകരമായിട്ട്, ഏറ്റവും ആത്മാർത്ഥമായിട്ട്, സ്നേഹത്തോടു കൂടിയൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന എക്സ്ക്യൂസ് മീ പ്രാക്ടീസ് ചെയ്യണം. ഇത്തരം രസകരമായിട്ടുള്ള നല്ല നല്ല ഇംഗ്ലീഷ് ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. ബൈ.